കലയെ സ്നേഹിച്ച് കരവലയത്തിലാക്കി കാണികളുടെ മുമ്പിൽ കൗശലത്തോടെ കാഴ്ചവെക്കുന്നവനാവണം ഒരു കലാകാരൻ. കരഘോഷം വേണ്ട. അഭിനയം എന്നത് തീവ്രമായ ഒരു ആഗ്രഹമാണ് എല്ലാവരുടെയും. അത് ഒരു തൊഴിലായി കാണുന്നവർ വേറെയുമുണ്ട്. അഭിനയത്തെ നിങ്ങളൊരു ആഗ്രഹമായി മാത്രമാണെന്ന് കാണുന്നതെങ്കിൽ കുട്ടികളെ, അതിന് ഇനിയും അനിർവചനീയങ്ങളായ ഒരുപാട് തലങ്ങളുണ്ട്. അതിലെ ആദ്യ തലം മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. നെഞ്ചു പൊട്ടുന്ന വേദനയിൽ നിങ്ങൾ യാഥാർത്ഥ്യ ജീവിതത്തിൽ നിൽക്കുമ്പോഴും ഒരു ഷോട്ടിന് മുന്നിൽ നിങ്ങൾ എത്തിയാൽ സ്വന്തം പ്രാണം കൊടുത്തും ആ കഥാപാത്രത്തിന് ജീവൻ നൽകാൻ തയ്യാറുള്ളവനായിരിക്കണം ഒരു യഥാർത്ഥ കലാകാരൻ. അല്ലാതെ ഓട്ടോഗ്രാഫിൽ ഒപ്പിടാൻ ഓടുന്നവനാകരുത്. അവനെ കൊളുത്തുവരാൻ പുച്ഛിച്ചിരിക്കും. കേട്ട് പഠിക്കടാ. അപ്പൊ ഇന്നലെ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സാർ, ആനന്ദും മാരുതിയും തമ്മിലുള്ള പ്രണയരംഗം. ആയിക്കോട്ടെ, ആനന്ദ് ഭാരതി വന്നോളൂ. രണ്ടാളും ഡയലോഗ് പഠിച്ചിട്ടില്ലേ? തുടങ്ങിക്കോളൂ. ആക്ഷൻ. 28 വയസ്സുള്ളൊരു പൗരനാണ് ഞാൻ. നിനക്ക് 24 വയസ്സും. ജീവിതത്തിൽ എന്താവണം, ആരുടെ കൂടെ ജീവിക്കണം തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമുക്കല്ല, മനുവിനുണ്ടെന്ന് പറയുന്നതാകും ശരി. അതെന്താ, നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ലേ? ഉണ്ടായിരുന്നു പണ്ട്. അന്ന് ഞാൻ അനാഥ അല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അനാഥയാണ്. മനുവേട്ടനല്ലേ മോളെ നിനക്ക്? ജീവിതത്തിൽ ഓരോ നിമിഷവും നീറി നീറി കഴിയണ എന്നോട് എന്നെ എന്തായിരുന്നു ഡയലോഗ് പറയേണ്ടിരുന്നത്? അല്ല സർ, ആനന്ദ് ഡയലോഗ് മുഴുവൻ പറഞ്ഞില്ല. ആനന്ദല്ല, മനു. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ, കഥാപാത്രമായി കഴിഞ്ഞാൽ കഥാപാത്രത്തിന്റെ പേരിൽ മാത്രം സംസാരിക്കുകയും പരസ്പരം സംബോധന ചെയ്യുകയും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സർ, അത് ഷൂട്ട് ഡേയ്സിൽ മാത്രം മതിയോ അതോ ഷെഡ്യൂൾ കഴിഞ്ഞ് വീട്ടിൽ പോയാലും കഥാപാത്രമായി തന്നെ ജീവിക്കണം? നല്ല ചോദ്യം. വലിയ വലിയ കലാകാരന്മാരാണെങ്കിൽ വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെ ജീവിക്കും. അപ്പൊ സാർ, ഈ കഞ്ചാവ് അടിക്കുന്ന കഥാപാത്രമാണെങ്കിൽ വീട്ടിൽ ചെന്ന് അതേപോലെ തന്നെ ചെയ്യൂ? അത് ഞാൻ നിനക്ക് വളരെ രഹസ്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ആനന്ദ് മോനെ. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് അറിവ് ശേഖരിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കണം, അല്ലാതെ എന്റെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കരുത്. അതുപോലെ ആരതി എങ്ങനെ പെർഫോം ചെയ്തു? ഒന്ന് ഫീൽ ചെയ്തില്ലല്ലോ? സർ, എനിക്ക് ഫീൽ ചെയ്തു സർ. പോരാ, ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്തോ? സാർ, എനിക്ക് ഫീൽ ചെയ്തു സാർ. അത് സാരമില്ല, നിനക്ക് വിവരമില്ലാത്തന്റെ കുഴപ്പമില്ല. സൈലൻസ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സീൻ ചെയ്യുമ്പോൾ ആദ്യം ആ സീൻ എന്തെന്ന് മനസ്സിലാക്കണം, പിന്നെ ഡയലോഗ്, ശേഷം ഡെലിവറി. പറഞ്ഞിട്ടില്ലേ? അല്ല സാർ, ഈ സീൻ മനസ്സിലാക്കി ഡയലോഗ് ഡെലിവറി ഒന്ന് നടത്തി കാണിക്കോ സാർ? ഹരിതി സാർ, ഇപ്പൊ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. മോളെ ഹരിതി, നോക്കിക്കോളൂ. കാതലായ ഭാവം മാത്രമേ കാണിക്കൂ. ഓക്കെ? നമുക്കല്ല, മനുവിനുണ്ടെന്ന് പറയുന്നതാവും ശരി. എന്താ എങ്ങനുണ്ട്? അല്ല സാർ, ഇതാകെ കുറച്ചല്ലേ ഉള്ളൂ, ഈ ഡയലോഗ് കുറെ ഉണ്ടല്ലോ. അതുകൊണ്ടാ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഒന്നുകൂടെ പറ, മനസ്സിലായില്ലേ? മനസ്സിലായി, നല്ല വ്യക്തമായി മനസ്സിലായി. കാര്യം മനസ്സിലായി.